എല്ലാവർക്കും നമസ്കാരം. നാളെ 9/3/2026 തിങ്കളാഴ്ച കൃഷ്ണപക്ഷത്തിൽ വരുന്ന ഷഷ്ടിയാണ്. കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ വരുന്ന ഈ ഷഷ്ടി ഭഗവാൻ സുബ്രഹ്മണ്യന് വളരെ വിശേഷപ്പെട്ടതാണ്. സുബ്രഹ്മണ്യന്റെ നക്ഷത്രമായ വിശാഖം നക്ഷത്രത്തിലാണ് ഈ ഷഷ്ടി ദിനം വരുന്നത്. കറുത്ത പക്ഷത്തിലെ ഷഷ്ടിയിൽ വ്രതം അനുഷ്ഠിച്ചു വരികയാണെങ്കിൽ രോഗശാന്തി, സർപ്പദോഷ നിവാരണം, സന്താന സൗഖ്യം, കടങ്ങൾ തീരുന്നതിന് വേണ്ടിയും കുടുംബ സൗഖ്യത്തിനും ദീർഘായുസ് എന്നിവയാണ് ഫലം. ഷഷ്ടിവ്രതം അനുഷ്ഠിക്കുന്നവർ വ്രതശുദ്ധിയോടുകൂടി കൃത്യമായി തുടർച്ചയായി നമ്മൾ ഒരു വർഷത്തെ ഷഷ്ടിവ്രതം അനുഷ്ഠിച്ചു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും സകല നന്മകളും വന്നു ചേരുന്നു. വളരെ യാദൃശ്ചികമായിട്ടാണ് ഭഗവാൻ സുബ്രഹ്മണ്യന് വിശേഷപ്പെട്ട ഈ പഴത്തിൽ ദീപം വയ്ക്കുന്നതിനെ കുറിച്ച് അറിയാൻ സാധിച്ചത്. അപ്പോൾ അത് വിശ്വാസമുള്ളവർ നാളെ കൃഷ്ണപക്ഷത്തിലെ ഷഷ്ടിയാണ്. ഇതുപോലെ 2 ചെറുപഴം എടുത്ത് നടുക്ക് ഒരു ചെറിയൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതിൽ നെയ്യ് ഒഴിച്ചിട്ട്, അല്ലെങ്കിൽ ഇതുപോലെ പ്യുവറായിട്ടുള്ള ഗീ വിക്സ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ് കേട്ടോ. വിബീസ് ലിറ്റിൽ വേൾഡിൻ്റെ സ്റ്റോറിൽ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ സൈറ്റിൽ പോയിട്ട് വാങ്ങിക്കുക. ഗീ വിക്സ് അടിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക, എന്നിട്ടും പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ ഗീ വിക്സ് അതിലേക്ക് വെച്ചിട്ട് നമുക്ക് ദീപം തെളിയിക്കാം. വിശ്വാസമുള്ളവർ നാളത്തെ ദിവസം ഭക്തിയോടുകൂടി, പരിപൂർണമായിട്ടുള്ള വിശ്വാസത്തോടു കൂടി ദീപം തെളിയിച്ചോളൂ. ഇത് ഞാൻ പറയാനൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ, അത് പിന്നീട് പറയാം. അതായത് നമുക്ക് ബ്രഹ്മമുഹൂർത്തത്തിലോ അല്ലെങ്കിൽ വൈകുന്നേരമോ അല്ലെങ്കിൽ രാവിലെ 6 മണി മുതൽ 7 മണി വരെയുള്ള ചന്ദ്രഹോരയിലോ നിങ്ങൾക്ക് ദീപം തെളിയിക്കാം. അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ഈ ദീപം ശാന്തി ചെയ്ത് ഈ പഴം നിങ്ങൾക്ക് ചെടിയുടെ ചുവട്ടിലിടാം. മറ്റു പ്രാണികൾക്ക് അത് ഭക്ഷണമായിരിക്കും. ഓക്കെ, ഈ പഴം ദീപം ഞാൻ ആദ്യമായിട്ട് തെളിയിക്കുകയാണ് കേട്ടോ. ഞാൻ ആക്ച്വലി ഇതൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ഈ ഒരു ഇൻഫർമേഷൻ എത്തിക്കണം എന്ന് കരുതിയിട്ടാണ് ചെയ്തത്. പക്ഷെ ഞാൻ ഈ ദീപം തെളിയിച്ച അന്ന് തന്നെ എനിക്ക് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം സംഭവിച്ചു. അപ്പോൾ ആ ഒരു ധൈര്യത്തിൽ കൂടിയാണ്, സന്തോഷത്തിൽ കൂടിയാണ് ഞാൻ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവരിലേക്കും എത്തിക്കുന്നത്. ധന ആകർഷണ ധൂപം പൗഡറിൽ നിത്യവും നമ്മൾ സാമ്പ്രാണി വീട്ടിൽ കാണിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ, വീട്ടിൽ മാത്രമല്ല നിങ്ങൾ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ സ്ഥാപനത്തിലും നമുക്ക് സാമ്പ്രാണി കാണിക്കാം. ഇങ്ങനെ കാണിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പോസിറ്റീവ് വൈബ്രേഷനാണ് വീട്ടിൽ. ധനത്തെ ആകർഷിക്കുവാനുള്ള 16 മൂലിക വസ്തുക്കളാലാണ് നമ്മൾ ഈ ഒരു പൗഡർ തയ്യാറാക്കിയിട്ടുള്ളത്. കൺദൃഷ്ടി ധൂപം പൗഡറിൽ ധൂപം കാണിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ എന്ത് കൺദൃഷ്ടി ദോഷങ്ങളുണ്ടെങ്കിലും നെഗറ്റീവ് വൈബ്രേഷൻ ഉണ്ടെങ്കിലും എല്ലാം റിമൂവ് ആയിട്ട് നല്ലൊരു പോസിറ്റിവിറ്റി നമുക്ക് ഇൻവൈറ്റ് ചെയ്യാൻ സാധിക്കും. താല്പര്യമുള്ളവർ പർച്ചേസ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.